ഉറങ്ങാൻ കിടന്ന ഞാനാണ്. വി ആർ ഗോയിങ് ഔട്ട്. സോ ഐ തോട്ട് ഈ 1 മണിക്ക് നമ്മൾ എവിടെ പോകും എന്നത് നിങ്ങൾക്ക് കാണിച്ചു. ഞാനും ആഷിക്കും അല്ലാണ്ട് ആഷിക്കിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഉണ്ട് ഈ വ്ളോഗിൽ. ഹീ ഈസ് ഹിയർ. സോ വി തോട്ട് വിൽ ഗോ വിത്ത് ദം. ഞാൻ അവർക്ക് അവർ എന്തെല്ലോ കത്തിയടിച്ചോണ്ടിരിക്കുക. അപ്പോൾ കം ഓൺ, ലെറ്റ്സ് ഗോ ഫോർ ദ മിസ്റ്റീരിയസ് ജേർണി. എത്രയായിട്ട് നമുക്ക് ദേവരനെ മന്ത്ലി? വെൽക്കം ടു മൈ വ്ളോഗ്. വെൽക്കം ടു മൈ വ്ളോഗ്. ഇതിന്റെ അകത്ത് എന്താ ഇല്ല പറഞ്ഞോ. ഇത് പഞ്ചസാര ഇട്ട് കുടിക്കാനുള്ള ചായ അല്ലത്. ഇത് ആ ചായ അല്ല, ഇത് വേറെ നല്ല ചായയാണ്. സുറു ക്യാമറ ഓൺ ആയത് സുറു മറ്റേ സീനായി. ഇനി എനിക്ക് പറ്റില്ല. പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. ഞാൻ പോഡ്കാസ്റ്റിന് വിളിക്കാം. എന്നിട്ട് ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ചായ. നിങ്ങളെല്ലാം പ്ലാനിങ്ങിന്റെ ആൾക്കാർ. ഖത്തറിന്ന് ഫ്രണ്ട് ഉണ്ട്. അവനാണ് ഏത് ഫ്രണ്ടാണാവോ? അത് കൊണ്ടുപോയ ഫ്രണ്ടാണോ? അല്ല, താലിബാണ് പോഡ്കാസ്റ്റിനെ പറ്റി ഞങ്ങൾക്ക് ഓഫീസ് യൂണിറ്റ് എടുത്ത സമയത്ത് MEPന്റെ. അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞു, എടാ ഇത് നല്ലൊരു പരിപാടി, നമുക്ക് ഒരു രാജ്യോടെ കേട്ടനൊക്കെ ഇട്ടിട്ട് നമുക്ക് 2 മൈക്ക് മറ്റേ ആമസോണിൽ ഓർഡർ ചെയ്ത് കിട്ടും. അപ്പൊ നമ്മള് ഈ സാധനം ആലോചിച്ച് നമ്മള് ഇത് എവിടെയാണ് പോയത്? കണ്ടിന്യൂ പോഡ്കാസ്റ്റ്. പ്ലസ് 1 തൊപ്പി വെച്ചാണോ പോയിക്കൊണ്ടിരുന്നത്? ഫോട്ടോ ഇല്ല, അത് പറ്റും. നോക്കട്ടെ, കാണിക്കലോ. നിങ്ങളിത് എന്താന്ന്? അബ്ദുൾ ആഷിഖ് ഇതല്ലേ? ഇതാരാ? ഇതല്ലേ? ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്. ഐ ഹാവ് ദിസ് ഫോട്ടോ ഓഫ് യുവേഴ്സ്. ഐ ഹാവ്. എന്ന് ഇത് നിങ്ങളുടെ വീടല്ലേ? കണ്ടിന്യൂ വിത്ത് ദ പോഡ്കാസ്റ്റ്. കറക്റ്റ്. റുബീന. അയ്യോ, ഇതൊന്നും മുതലാളിയല്ല, ഞാനാണ്. പക്ഷെ നമ്മൾ പോഡ്കാസ്റ്റ് ഒന്നും എടുത്തില്ല. നമ്മളത് ഒരു എന്താ പറയാ, ഇതൊക്കെ ചീള് സാധനം വിട്ട് താലിബിന് ഭയങ്കര സായിരുന്നു. അതായത് ഇത് ഈ ഓഫീസ് കൊള്ളാം, ഇവിടെ ഇരുന്ന് അടിപൊളിയാണ്. അവൻ ഭയങ്കര വിഷണറി ആയിരുന്നു. നിങ്ങളെ പോലല്ല. അത് വിഷണറി അല്ല. ഇങ്ങനത്തെ സംഭവം ഇല്ല. അപ്പൊ നിങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ ഹിറ്റ് ആയേനെ. ആരുമില്ല. കുറച്ച് 2 അന്ന് യൂട്യൂബിൽ തന്നെ ആൾക്കാർക്ക് അവൈലബിൾ അല്ല. നമ്മളാകെ 125 GB 15 രൂപ കൊടുത്തിട്ട് 125 GB അല്ല, MB. അന്നത്തെ കാലത്ത് 1 GB ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന് 1 GB ഡേറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഒരു മാസത്തേക്കാണ് 1 GB ഡേറ്റ വരിക. സ്മാർട്ട് ഫോൺസ് ആരും യൂസ് ചെയ്ത് തുടങ്ങിയില്ല. ഏത് വർഷം? അന്ന് സാംസങ് പോക്കറ്റ് 2 ആയിരുന്നു, ചെറിയ ഫോൺ. വർഷം 2016. അപ്പൊ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കൂലെന്നാ? I had Nokia in Lumia in 2011. Nokia Lumia. That is a smartphone. എന്നുവെച്ചാൽ ഐഫോണിന്റെ ലെവലിലേക്ക് ആരും വന്നിട്ടില്ല. പറയുന്ന സമയത്ത് സ്മാർട്ട് ഫോൺ ഉണ്ട്. True. എല്ലാവരും ഒരു എന്താ പറയാ, ഒരു ആവറേജ് ക്ലാസ് ഫാമിലി നിന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇത്രയും 50,000 30,000 കൊടുത്തിട്ട് ഫോൺ വാങ്ങാന്നുള്ള വകുപ്പ് അന്നില്ല. അന്നത്തെ ഞാൻ പറഞ്ഞ യൂത്ത് ഉണ്ട്, നിങ്ങളെക്കാൾ 1 വയസ്സുള്ളതേ ഉള്ളൂ ഞാൻ അന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ സമയത്ത് സ്മാർട്ട് ഫോൺ കുറവായിരുന്നു, ആളുകൾ യൂസിങ് കുറവാ.
ഞാൻ അന്ന് മറ്റേ ഇവിടെ അല്ല 2016 ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എന്റെ കയ്യിലുള്ളത് മറ്റേ സാംസങ് ആയിരുന്നു. അല്ല പിന്നെ വേറെ ടെസ്റ്റ് ഉണ്ട്. സ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് കോളേജിലുള്ള എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇല്ല കറക്റ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിന്റെ ഒരു അവൈലബിലിറ്റി ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്തുള്ള വലിയ ടെസ്റ്റ് ഞാനാണ്. ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയേ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് ഡെയിലി 2 ഫോട്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതാ പറഞ്ഞത്, ദാറ്റ്സ് എ പ്രോബ്ലം. അന്ന് ഇനീഷ്യൽ ഇൻസ്റ്റാഗ്രാം വാസ് സോ നൈസ്. ആകെ കുറച്ചു പേരും ഫോട്ടോ മാത്രം ഇടാം, നല്ല സുഖമായിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 15 പിന്നെ ഞാൻ ഫേസ്ബുക്ക് അല്ല ആ സമയത്ത് നമ്മള് ഇത് പറഞ്ഞ യൂട്യൂബ് ഇല്ല കുറവാ കാര്യം. ഈ പറയുന്ന ഇപ്പൊ ഈവൻ എനിക്കിപ്പോ ഒരു GB വേണം. അത് മാത്രല്ല ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഈവൻ നൗ ഐ ഹാവ് എ ചാനൽ. ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ടെന്ന് അറിഞ്ഞത് തന്നെ 2020 അതാണ് അടുത്ത ട്വിസ്റ്റ്. ഈ കോവിഡ് സമയത്താണ്. അപ്പൊ ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഓക്കെ ശരി. ഓക്കെ തൊപ്പി വെച്ച കലാകാരൻ. 3 മണിക്ക് എത്തണമെങ്കിൽ ഓ എന്റെ പൊന്നെ അതാ ശരി. ഈ കഥകൾ നമുക്ക് വണ്ടിയിലെടുത്ത് സംസാരിക്കാം. പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു അത്. എന്തായിരുന്നു കണ്ടന്റ്? അത് പുലി വരുന്നേ. പക്ഷേ ഗ്രാമത്തിലെ കുളിക്കുന്ന ഒരുത്തൻ ഇവനുള്ള വളമായിരുന്നു. ഇവന് കുളിച്ചു. ഇവന്റെ കുളിച്ച് എല്ലാരും കണ്ടു. ഓപ്പൺ കുളിച്ച് സ്റ്റേജിൽ നിന്ന് കുളിക്കാൻ പറ്റുന്ന വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. സ്റ്റേജിൽ കുളിക്ക എന്തുകൊണ്ടാ വിളിച്ചു. അതുവരെ ആർക്കും വേണ്ട. എന്നെ കുളിച്ചിരിപ്പിക്കുന്ന എനിക്ക് ചമ വരിക. അതായത് നിങ്ങളുടെ നാടകം അത്ര ബോറ് സാധനമായിരുന്നു. സുറുവിന്റെ കുളിസീനിലാണ് ആൾക്ക്. ഫസ്റ്റ് നാടകമാണ്. അടിപൊളി നാടകമായിരുന്നു അത്. അർജുനാഥായിരുന്നു അതിന്റെ ഡയറക്ടർ വന്ന സമയത്ത് ഓർമ്മ. നമ്മൾ അന്ന് കണ്ട ഇവൻ കുളിച്ചിട്ട് ഇവനൊരു കപ്പ് വെള്ളം എടുത്ത് തലക്കോട് വെച്ചത് ഫ്രണ്ട് റോയിലിരിക്കുന്ന 4 പേര് വരുന്ന നനഞ്ഞു. അതെന്ത് അല്ല രണ്ടുപേരെ താഴ്ത്തില്ല. അപ്പൊ ഞാൻ എന്റെ തസ്കിന്റെ കുളിക്കണം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ പുഴയിലോട്ട് ചാടുന്ന പോലെ ചാടി കൊടുക്കുന്നതായിരുന്നു. അവിടുന്ന് ഓഡിയൻസ് കാണുമ്പോ ഞാൻ ശരിക്കും എന്നിട്ട് ഡയലോഗ് കണ്ടിട്ട് സീനുണ്ട് ഒരു 10 മിനിറ്റ്. അപ്പൊ അത് വരെ ഇവിടെ പോയിട്ട് ഞാൻ ഈ തേച്ച സോപ്പും മറ്റേ പതയൊക്കെ ഉണ്ടാവില്ല, ഇതൊക്കെ ഓടിച്ചിട്ട് മറ്റേ വെള്ളം കൊണ്ട് തലയെ കൂടെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് പിന്നെ അവിടുന്ന് എണീറ്റ് പോണത്. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. 1:22 ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. എവിടെ പോണു എന്ന് ചോദിച്ചാൽ സുറു, നമ്മൾ എവിടെ പോണു? സുറു എന്നല്ല, ശരിക്കും പേര് പറയൂ. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ എവിടെ പോണേ? നമ്മൾ പോണത് ഇവരെ കൊണ്ടൊന്നും കാര്യമില്ല. വി ആർ ഗോയിങ് ടു കോർഫക്കാൻ. ഇപ്പം സമയം 1:30 ആൻഡ് അവിടെ എത്താൻ 1.5 മണിക്കൂർ എടുക്കും. ആഷിക്കിന് കുറച്ച് പണ്ട് പാട്ട് ഡയറി ഡയറിക്കകത്ത് കുറെ പാട്ടുകളുണ്ടായിരുന്നു. ഡയറി കൊണ്ടൊരു ക്ലാസ് പണ്ട് മറ്റേ റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ അമ്മാതിരി സെറ്റപ്പ് ആയിരുന്നു. ഇതും കൊണ്ടുവന്നിരിക്കും പാട്ട് പാടി. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ ഒബാമാന്ന് വിളിച്ചിരുന്നു. അവര് ശരിക്കും ഒബാമയുടെ ലുക്കാ. അന്ന് ഒബാമ ആയിരുന്നല്ലോ മറ്റേ US. അപ്പൊ ഇവനും ആ ഒരു സിമിലാരിറ്റി, പിന്നെ ആ ഒരു ട്രിമ്മഡായിട്ട് ഹെയർ അങ്ങനത്തൊക്കെ ആയിരുന്നു. അപ്പൊ അവൻ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു. അവന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടും. ഇവനെ കൊണ്ട് ഇങ്ങനെ ഓരോ ഹിന്ദി പാട്ട് പാടി എന്നിട്ട് അവന് അർത്ഥം പറഞ്ഞു കൊടുക്കും. ഞാൻ വിചാരിച്ചിട്ട് എന്ത് കലാപരിപാടി
ബോധമില്ലാത്ത 2 പേര് ഇവനെ ഹിന്ദി പാട്ട് പഠിപ്പിക്കുക. എന്നിട്ട് അവര് ഓക്കെ ആഷിഖ് ഖാനായ പാട്ട് പാടുമ്പോൾ ആഷിഖ് ഖാൻ ഫസ്റ്റ് ലൈൻ നിർത്തുന്നു. ആഷിഖ് ഖാനായ ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നീ എന്നെ പ്രണയിക്കുന്നു, നീ എന്റെ മുത്താണ് കടലാണ് പരിപാടാൻ പറയാം. ഈ ആള് കഷ്ടപ്പെട്ടിരുന്നിട്ട് അന്തേരെ പിന്നെ ആ പാട്ടൊക്കെ ഇരുന്ന് പാടാം. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു ആഷിഖിനെ കുറെ ആൾക്കാർ പാട്ട് പഠിപ്പിക്കാൻ വിളിച്ചിട്ട്. ആരാധികയുടെ കാര്യം ഞാൻ കേട്ടില്ല. ആരാധികമാരൊക്കെ വളരെ കുറവായിരുന്നു. എന്റെ മോനെ വ്ളോഗായോണ്ടാ ഈ ഡയലോഗ് കേട്ടാ. ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോകും ബസ്സിൽ 1-2 പിള്ളേരുണ്ടായിരുന്നു. എങ്ങനെ ബസ്സില് അത് ഇതൊക്കെ ഇടും. ഈ വയ്യെന്ന് വെച്ചാ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോ ഞാൻ ഇത് വ്ളോഗിൽ പറഞ്ഞ ഞാൻ ഇടും. ആഷിമിന് വയറ് ആയതുകൊണ്ട് വയറ് ഫുഡ് പറഞ്ഞത് അത് ബീച്ച് പോയിട്ട് സ്നേഹതീരെ ബീച്ച് പോയിട്ട് നമ്മൾ വലിയൊരു തിരയിൽ വിട്ടു എല്ലാവരും കൂടി. ഈ ആന നിങ്ങൾ എവിടെ കണ്ട്? ആനനെ കണ്ടില്ല. ഞങ്ങള് നമ്മുടെ നാട്ടിലെ തൃശ്ശൂരി ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു ഏരിയ ഉണ്ട്. ഞങ്ങള് പോയത് മറ്റേത് മരോട്ടിച്ചാല് എന്നൊരു വെള്ളച്ചാട്ടം. അപ്പൊ ആ വെള്ളച്ചാട്ടത്തേക്ക് നമ്മൾ ഏത് ബസ് കയറിയിരുന്നത് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് ഉണ്ട്. പുത്തൂര് പോകുന്ന ഒരു ബസ് കയറി പോയിട്ട് ആ ബസ് നമ്മളൊരു പാർക്ക് വരാൻ അപ്പൊ ആ ഒരു ഏരിയയിലായിട്ടാണ് ഇത് വരുന്നത്. ലിറ്ററലി ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തും. നമ്മളവിടെ ഇറക്കി വിടും. മരോട്ടിച്ചാലെത്തി അത്രയുള്ള പരിപാടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈക്ക് ചെയ്യണം. പിന്നെ കാടിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ലിറ്ററലി ഒരു വീടിന്റെ ഇടയിൽ കൂടെ. അപ്പൊ ഞങ്ങളുടെ കൂടെ സമലാന്നുണ്ട് ആദ്യം വന്നത്. സമലിന് മാത്രമേ വഴി അറിയുള്ളൂ. അപ്പൊ ഇവനും ജെറിന് വഴി അറിയാൻ തോന്നുന്നുണ്ട്. ഇവർക്ക് വഴി അറിയാം കാടിന്റെ ഉള്ളിൽ കൂടെ. അതിനുള്ളിൽ കൂടെ വഴി തെറ്റി കഴിഞ്ഞാൽ എന്തോ വേറെ സീനൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചിടാൻ പറ്റില്ല. കാടിന്റെ ഉള്ളിൽ കൂടെ ഹൈക്ക് ചെയ്ത് പോണേ. അപ്പൊ ആദ്യം വീടിന്റെ സൈഡിൽ കൂടെ ഒരു തിണ്ടിന്റെ മേലെ കൂടെ ചെറിയൊരു ചാലൊക്കെ ഒഴുകി പോണ്ട്. അതിന്റെ മേലെ കൂടെ നടന്നു പോയി കാടിന്റെ ഉള്ളിൽ കൂടെ. അവിടെ അപ്പൊ കയറി പോണ ഞങ്ങള് മാത്രാണ്. വേറെ ആരുമില്ല അവിടെ. നമ്മള് മാത്രം. നമ്മള് 5-6 പേര് മാത്രം. അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ കാടിന്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം. അപ്പൊ ഫസ്റ്റ് വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരണ എല്ലാവരും ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അഡ്വഞ്ചർ. നമ്മളെന്താ വെച്ചാൽ വീണ്ടും ആ വെള്ളച്ചാട്ടത്തിന്റെ മേലേക്ക് പോകും. അങ്ങനെ 3 വെള്ളച്ചാട്ടം ഉണ്ടാവും കാടിന്റെ അകത്ത്. 3 കുത്ത് എന്ന് പറയുന്നത് നമ്മള്. അതായത് ഒരു കുത്ത് എന്ന് പറയാം വെള്ളച്ചാട്ടത്തിന്റെ. അപ്പൊ ഫസ്റ്റ് കുത്ത് കണ്ടിട്ട് നമ്മൾ നേരെ അതിന്റെ സൈഡിൽ കൂടെ വീണ്ടും മല കയറി അതിന്റെ മേലെ രണ്ടാമത്തെ കുത്തിക്ക് പോകും. അത് അതിന്റെ വീണ്ടും അതിന്റെ മേലെ കയറിയിട്ട് 3ാമത്തെ കുത്തി പോകും. ആദ്യം പോയത് ഇങ്ങനെ 3 ഉണ്ടെന്നൊക്കെ അറിയാൻ ഇവനാണ് ആദ്യം പോയത്. അപ്പൊ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 3 വെള്ളച്ചാട്ടം കയറിയിട്ട് 3ാമത്തെ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ ഏറ്റവും ഹൈറ്റ് എത്തി. അതും പോരാണ് ഞങ്ങൾ അതിന്റെ മേലൊരു മല ഉണ്ട്. അതിന്റെ മേലേക്കൊക്കെ വലിഞ്ഞ് കേറി പോയിട്ട് ഈ കുന്നിന്റെ ഏറ്റവും ടോപ്പിലെത്തും. ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര ആ ടോപ്പിൽ കയറി നമുക്ക് മറ്റേ ഫുൾ ഏരിയ നമുക്ക് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥല. അന്ന് കാലത്ത് അന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് വീഡിയോ ഇട്ട് നമ്മള് വൈറലായില്ലേ. അന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ വയറിൽ മാത്രല്ല ചിലപ്പോ പോലീസും പിടിച്ചേനെ. ഈ സ്ഥലത്ത് റെസ്ട്രിക്ഷൻ ഇല്ല. അന്നൊന്നും കുഴപ്പമില്ല. കാടൊന്നും ഇല്ല അവിടെ. നമ്മള് കയറി പോവാണ് അങ്ങോട്ട് നമ്മുടെ ഓൺ റിസ്കില്. അന്ന് ഇവനൊക്കെ ഒരു പാറക്കല്ലിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണപ്പോ ഇവൻ ഒറ്റയ്ക്ക് ആ പാറക്കല്ലിന്റെ മേലെ പോയിട്ട് ഇങ്ങനെ അവനിങ്ങനെ കൈയൊക്കെ വിട്ടിട്ട് അപ്പൊ നമ്മള് സുറു ഇങ്ങനെ വിളിക്കും. +2 അതിന്റെ മേലെ ഒരു കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ തീർന്ന് പൊട്ടി പോലും കിട്ടില്ല. അപ്പുറത്തേക്ക് അതായത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴേക്കാണ്. ഒരു 10-200 അടി താഴേക്കാണ് വീണത്. ഇവര് തന്നെ മഞ്ഞുമൽ ബോയ്സ് ആയനെ. ഒരു നമുക്ക് നിൽക്കാൻ പറ്റാവുന്ന ഒരു പാറയുടെ മുകളിലാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെ. എന്നിട്ട് അതിന്റെ ആനയെ കണ്ട് പോണ വഴിക്ക് ഞങ്ങള് ആനയുടെ കാലിന്റെ പാദം എന്തോ ഒരു മൃഗത്തിന്റെ ഒരു മൃഗത്തിന്റെ അവിടെ ശരിക്കും ഈറ്റക്കാടൊക്കെ നമ്മൾ നടക്കണ വഴിയില്ലേ. നമ്മൾ നടക്കണ വഴിയുടെ ഇപ്പൊ സ്റ്റീപ്പായിട്ടുള്ള സാധനം. അപ്പൊ നമ്മള് നമ്മുടെ കാല് തിന്നിയാ പോലും നമ്മൾ ഉരുണ്ട് താഴേക്ക് പൊളിക്കും. അപ്പൊ കുറച്ച് സ്റ്റീപ്പാണത്. വലിയ അപകടമൊന്നും പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമ്മുടെ തലയൊക്കെ ഇടിച്ചാ പ്രശ്നമാണ്. ഇതിന്റെ ശരിക്കും എങ്ങനെ വെച്ചാല് ഇത് നമ്മളൊരു കുറെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ വരെ എത്തുന്നത്. അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ ആ വീടുകളൊക്കെ കഴിഞ്ഞാൽ നോർമലി ആ മേലന്ന് വെള്ളച്ചാട്ടം വന്നിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതാണ് ശരിക്കും അവിടെ വന്ന എല്ലാവരും കണ്ടുപോകുന്ന ശരിക്കും.
അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇങ്ങനെ കൈവഴി പോലെ ഇങ്ങനെ കുത്തിയൊഴുക്ക് പോലെ ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ പിടിച്ച് പോവാം. അപ്പൊ ഈ മല എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്ററോളം നമ്മള് കാടിലൂടെ ഹൈക്ക് ചെയ്യണം. പല ചില 2-3 മലയൊക്കെ കയറി ഇറങ്ങും. നമുക്ക് ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ വെള്ളത്തിന്റെ. ഈ വെള്ളത്തിന്റെ റൂട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു വെള്ളച്ചാട്ടം അവിടെ വീട്ടുകാരിയോ മക്കളൊക്കെ ക്ലാസ്സിൽ പോയിരുന്നത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കണം. ഇവിടെ നമ്മളൊക്കെ മറ്റേ മല കയറാൻ പോയൊക്കെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത. എന്നിട്ട് മൃഗത്തിന്റെ ഇത് കണ്ടിട്ട് ഈവനിങ് ഞങ്ങള് പെട്ടെന്ന് ഈ കാടിനകത്തായതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇരുട്ട് കയറും. മഴക്കാലൊക്കെ ആണെങ്കിൽ മൺസൂൺ സീസണാണെങ്കിൽ പെട്ടെന്ന് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇരുട്ട് കയറും. ഞങ്ങളൊരു ദിവസം തിരിച്ചറിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഇരുട്ടായി. 3 മണി ഞങ്ങളെല്ലാം കണ്ട ഒരു മാസത്തിൽ ഒരു വട്ടം പോകും. ഞങ്ങളെല്ലാം അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോ ബീച്ച് ഞങ്ങൾക്ക് ഒരേപോലെയാ. ഞങ്ങൾക്ക് ബീച്ചിൽ പോകാനും തൃശ്ശൂർ ടൗണിൽ നിന്ന് ബീച്ചിൽ പോകാനും ഇങ്ങനെ മലയോടേക്ക് പോകാനും ഒരേ ഏകദേശം ഒരു സമയം 1 മണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ 10 രൂപ 5 രൂപ 6 രൂപ ചെലവുള്ളൂ ബസ്സിൽ അന്ന്. ബീച്ചിൽ പോകുന്ന ബീച്ച് ചില സിനിമയ്ക്ക് പോകണ ദിവസങ്ങൾ ചിലപ്പോൾ സിനിമയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ്സിൽ കയറുള്ളൂ. ബാക്കി എല്ലാ ദിവസം പുറത്തായിരിക്കും. അത് ഞങ്ങൾ പോയി ഞാൻ അറിയിച്ചു. ഞങ്ങളൊരു ബെഞ്ചിലത്തെ ആൾക്കാരാ. ആരൊക്കെയാണ് ഈ ആൾക്കാര്? ഞാന് സുറു, ഹുസൈൻ, അജു, ജെറിൻ. നിങ്ങൾ 5 പേരും കൂടെയാണ് എപ്പോഴും പോകുന്നത്? ഞങ്ങൾ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലത്തെ ആൾക്കാരാ. ഞങ്ങളൊരു ക്ലാസ്സിൽ പോകുന്നതാ. ആകെ കൂടി ഉണ്ടാവുക ഞങ്ങള് ക്ലാസ്സിൽ ഒരുമിച്ച് ചിലപ്പോൾ ഉണ്ടാവുക വെള്ളിയാഴ്ച. കാരണം വെള്ളിയാഴ്ച ഇവന്മാരും 3 തൊട്ട് ജുമാക്ക് ഞാനും ചെറിയ മാത്രം പെട്ടു. ഞങ്ങൾ ജുമാക്ക് പോയിട്ട് ഉച്ചക്ക് 12 ജുമാ കഴിയും. നേരെ സിനിമയ്ക്ക് പോയിരിക്കും. അല്ല ജുമാക്ക് പോകാൻ ഞങ്ങൾ ബാഗ് എടുത്തിട്ടാ. ജുമാക്ക് പോയി തിരിച്ചൊരു 1:30 ചില സമയത്തൊക്കെ 2:30-3 മണിയാകുമ്പോൾ തിരിച്ചു വരും ക്ലാസ്സിൽ. എന്തിനാണാവോ? ടീച്ചർ വയ്ക്കും എന്താ നേരം വയ്ക്കും. അപ്പൊ അജു പറയും ദുആന്റെ അടുത്ത് ടീച്ചർ അതൊന്നും വീട്ടിൽ പറയില്ല. വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് വരും ക്ലാസ് കെട്ടി സിനിമയ്ക്ക് വന്നു. അതും വേണം ഭയങ്കര പാവാനൊന്നും അറിയില്ല ഇതെന്താ സംഭവം. നമ്മളൊന്നും വീട്ടിൽ പറയില്ല. ഇവനെ ഭയങ്കര ഒരു ദിവസം പറഞ്ഞിട്ടാ വാപ്പ കാണുന്ന് പറഞ്ഞിട്ട് ഇയാൾ മുടിയൊക്കെ ഇങ്ങനെ ചിരിട്ടി പിടിച്ചിട്ടൊക്കെ റൗണ്ടി കൂടെ നടന്നു. അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് ജെറിന്റെ അച്ഛന് ആ സമയത്ത് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ആ സമയത്ത് ആള് ലാസ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു മറ്റേ പട്ടണത്തിൽ. അപ്പൊ അത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ആ സമയത്ത് അവരുടെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കും. അവർക്ക് വലിയ കളക്ഷൻ കിട്ടാതായപ്പോ അവർ കുറെ ഫ്രീ ടിക്കറ്റ് കൊടുത്തു. അതായത് ആളുകളെ കയറ്റാൻ വേണ്ടിട്ട്. അപ്പൊ അവന്റെ അടുത്തൊരു 50 ടിക്കറ്റാ 45 ടിക്കറ്റ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു 20 ടിക്കറ്റോളം കൊടുത്തു. പിന്നെ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ അടുത്ത ഞങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനെ കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം സിനിമ ഇറങ്ങിയ ദിവസം ഞങ്ങളിങ്ങനെ പോവാ. ഞാനാണെങ്കിൽ ലേറ്റായിട്ട് വരണോ ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു അജും ജെറിനൊക്കെ കൂടിയിട്ട് പടത്തിന് പോയിട്ട് ഞാൻ ക്ലാസ് കട്ടിയില്ല. ഞങ്ങളുടെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അടിക്കുമ്പോ ജെറിൻ വന്നു, അജു വന്നു, ഹുസൈൻ വന്നു. പറഞ്ഞു ജെറിന് ടിക്കറ്റ് ഉണ്ട്, ഇവരൊക്കെ പോവാന്ന് പറഞ്ഞു. ഇവരൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ക്ലാസ്സിലിരിക്കേ. എന്റെ മനൊക്കെ ചാഞ്ചാടി അതിന്റെ ഈ തെണ്ടിലേക്ക് വന്നു. ഇവ വന്നപ്പോ ഞാൻ പറഞ്ഞു അജു ഹുസൈൻ എല്ലാരും പോയടാ. അപ്പൊ ഇവനാണെങ്കിൽ ആണോ നമുക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ മറ്റേ നാഷണൽ ആന്തം തുടങ്ങിട്ടാ രാവിലെ ക്ലാസ്സിൽ സാറ് നിൽക്കാറില്ലിട്ടാ മറ്റേ ഇന്ത്യ അപ്പൊ ഞാൻ വരുന്നുണ്ട് ക്ലാസ് അവരൊക്കെ പോയി. അപ്പൊ ഞാൻ പോകുന്നുണ്ട് ബാഗ് എടുത്ത് ഇടയില്. അപ്പൊ എന്റെ ക്ലാസ്സിൽ കുറച്ചൊരു എന്താ പറയാ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ ടീച്ചർ, ഫിസിക്സ് ടീച്ചർ. അയാളിങ്ങനെ ഒരു പതുക്കെ ഒരു എന്തോ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ അയാള് എന്തോ ഒരു ആവശ്യത്തിന് തിരിഞ്ഞു. അപ്പൊ ഞാൻ ഇവരും കൂടെ ബാഗ് എടുത്തിട്ട് ഒറ്റ ഓട്ടമാണ് ക്ലാസ്സിൽ. ടീച്ചർമാരൊക്കെ ജേരി പോണ പോലെ പുറത്തിറങ്ങുന്നവരെ പുറത്തിറങ്ങി തൃശ്ശൂർ റൗണ്ടാണ് ഞങ്ങളുടെ സ്കൂളിന്റെ പുറകിൽ. അപ്പൊ തൃശ്ശൂർ റൗണ്ടിൽ കയറിയ വശം കോട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ കോടയൊക്കെ ചൂടി. എന്തിനാ ഇങ്ങനെ കാണിക്കണേ? വാപ്പനറിയുന്ന ആൾക്കാർ. ഞാൻ തൃശ്ശൂർ റൗണ്ടിൽ വാപ്പനറിയുന്ന ആൾക്കാരൊക്കെ നിനക്ക് വാപ്പനറിയണ്ട, വാപ്പ കണ്ട് ഇടിക്കും അതായത് നമ്മൾ ഓവർ ആവുമ്പോഴാണ് ആൾക്കാർ പെണ്ണുങ്ങൾക്ക് പോലെയാത്ത പേടി. ഉടന്ന് നിർത്തിട്ട് കാലൊക്കെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ പൊന്നിച്ച് വെച്ചിട്ട് ഇതിന് അന്നൊരു ടവലൊക്കെ ഉണ്ട്. കർച്ചീഫൊക്കെ എടുത്തിട്ട് തലേരെ മേലെ കെട്ടിട്ട് ആളറിയാതെ ഇങ്ങനെയൊക്കെ പോയി നിൽക്കും. ട്രോളി ഇട്ടിട്ട് ദിവസം കറക്റ്റ്. ഇത് നേരെ 2 ദിവസം അന്നുകൂടി അവരിവരെ കൊന്നു. മഴ ഉണ്ടിട്ടാ വേറെ കാര്യം. ചെറിയ ചാട്ടിൽ മഴ ഉണ്ട്. ഞങ്ങൾ
തിയേറ്റർ ജോസ് തിയേറ്ററിലേക്കാണ് പോണത് പടം കാണാനായിട്ട്. അപ്പൊ ജോസിൽ ഞങ്ങൾ ചെല്ലുമ്പോ ഇടി, മറ്റേ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇടി. എന്തിനാണോ ഈ പൊട്ടപ്പടം കാണാനാ? ഫസ്റ്റ് ഡേ ഷോ ആണ്. അന്ന് കിങ്ങില്ല വരിന്ന് കാണണം. കഴിഞ്ഞാല് നമുക്ക് നേരെ വരിന്ന് കാണാം. അപ്പൊ ഞങ്ങള് മറ്റേ സൈഡ് ഗേറ്റ് ഉണ്ട് ജോസിന്റെ, അവിടെ ചെറിന്റെ അച്ഛൻ വന്നിട്ട് നാളെ മക്കളെ വാടാന്നോണ്ട് നേരെ ഞങ്ങളെ ഗേറ്റ് ഞങ്ങളെ 10 പേര് കയറ്റി. ആൾക്കാരൊക്കെ ഭയങ്കര വേണം. നമ്മൾ കുറെ സ്കൂളിൽ പിടിച്ചു അടുത്ത ദിവസം. ഞങ്ങളെല്ലാരും ഞങ്ങളൊന്നും തിയേറ്ററിലും ആരുമില്ല. ഞങ്ങള് ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ തിയേറ്റർ കാര്യമായിട്ട് കണ്ടത്. തിയേറ്ററിൽ ആരില്ല ഞങ്ങളടുത്ത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കളെ ആ സാധനമൊക്കെ. ഞങ്ങളെല്ലാരും കയറി ഞങ്ങളൊക്കെ സീറ്റ് പിടിച്ച് സുഖമായിട്ട് എ സിയിൽ തണുപ്പൊക്കെ അടിച്ചിട്ട് ഏത് മഴയത്ത് നനഞ്ഞു വിളിച്ച് തരണേ. തണുപ്പൊക്കെ അടിച്ചിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ നശിച്ച്. പിന്നെ പടം കാണാനായിട്ട് പൈസ ഞാൻ തെണ്ടും ക്ലാസ്സില്. ഇവരെ പൈസ കൊടുക്കണം, ഇവര് നല്ല തെണ്ടി. അത് കാരണം ഇവര് പൈസ കൊടുക്കട്ടെ. എന്നെ വിശ്വാസം എല്ലാവർക്കും. തിരിച്ചെങ്ങനെ കൊടുക്കും? സിനിമ ടിക്കറ്റ് ഒരാളുടെ 2 രൂപ വെച്ച് മേടിക്കും. അങ്ങനെ 10 പേര് മേടിക്കുമ്പോ 20 രൂപ. അപ്പൊ ടിക്കറ്റിന്റെ പൈസ 18-20 രൂപ ടിക്കറ്റ്. അത് 2 രൂപ ഇല്ലേ? ഞങ്ങളിൽ 10-15 രൂപ വെച്ചിട്ടുണ്ടാവും. എന്റെ 15 രൂപ, 50 രൂപ ഉണ്ടാവും. ചെറിച്ച് അപ്പൊ ചെറിയ പറയും 4 ആളെ പൈസ സെറ്റായി, 2 ആളെ പൈസ വേണം. അപ്പൊ ഞങ്ങള് 5-10 രൂപ കൊണ്ട് വരണേ. അപ്പൊ എന്റെ സെല്ലുണ്ടാവും പൈസ. ബാക്കി ഒരു 10 രൂപ ഷോർട്ട് ഉണ്ടാവും. ആ ഷോർട്ട് ഞാൻ തെണ്ടിട്ട് ഈ ഹുസൈന്റെയും ജെറിന്റെയും ഒക്കെ ഫോട്ടോ എനിക്ക് തരണം കേട്ടാ. ഈ കഥയിലിടുമ്പോ നമുക്ക് ഇടാലോ. ഡാഡിക്കുള്ളു പോയിട്ടാ, ഡാഡിക്കുള്ള സിനിമയ്ക്ക് പോയി. അതെവിടെ അറിയോ? രാംദാസില് ഡാഡിക്കുള്ളു പോയിട്ട് ഞങ്ങളെല്ലാരും പിന്നെ പ്രോസ് ആയില്ലോ, പ്രോ കട്ടിങ്. അപ്പൊ ഞങ്ങള് ബാഗില് മറ്റേ ചിപ്സാ പേപ്പർ കേക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിട്ട് ബാഗ് എറിയണ മൂഡ്. അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ബാൽക്കണി. സാധാരണ ലോക്കൽ പരിപാടിയൊക്കെ നടത്തുന്നത് താഴത്തെ ലെവലിലല്ലേ. അന്ന് ഞങ്ങൾക്ക് ബാൽക്കണി ടിക്കറ്റ്. ബാൽക്കണിയിൽ ഫുൾ ഫാമിലി ഞങ്ങള് കയറി. റോയില് ഞങ്ങൾ മാത്രം 5-6 പേര്. നോക്കിയപ്പോ എന്റെ മാപ്പാടെ ഒരു അനിയനുണ്ട്, പുള്ളിയുടെ ഡ്രൈവർ എന്റെ ഫ്രണ്ടില്, എന്റെ നേരെ ഫ്രണ്ടില്. അത് പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കി എന്നെ കാണാം. ഇങ്ങനെയൊക്കെ എടുക്കാം. മറ്റേ ഈ സിനിമക്കകത്ത് സെല്യൂട്ട് ചെയ്ത് കിടക്കില്ല ബിജു മേനോൻ. ഞാനാണ് അതുപോലെ സീറ്റിനകത്ത് കിടന്നിട്ട് ഞാൻ അതുവരെ ഓണായിരുന്നു. ഇയാളെ കണ്ടത് ഞാൻ നേരെ സീറ്റിൽ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ സൂര്യ പറഞ്ഞതല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഉള്ളു സുറു എന്തോ എന്റെ പേര് വിളിക്കണ ഇല്ല ആശിക്ക്. അതുല നീ ആടുണ്ടോടാ. എന്നിട്ട് ഈ തെണ്ടികളെ നിന്നറിയോ മമ്മൂട്ടിനെ കാണിച്ചപ്പോ ഈ സാധനം മൊത്തം ഈ ഫ്രണ്ടിൽ ഇവരിക്കല്ലേ ഇവരൊക്കെ തിരിഞ്ഞിട്ട് എന്തോ മക്കളെ കാണിക്കണതൊക്കെ. അപ്പൊ എന്റെ മുന്നേ ഒരാളുടെ വായലിക്ക് ഒറ്റേറ്. അന്ന് ഞാൻ പടം ആസ്വദിച്ചിട്ടില്ലേ. അങ്ങനെ ഓരോ നിമിഷം ഇങ്ങനെ നോക്കി ഇപ്പൊ നോക്ക് എന്നെ. ഈ ഡാഡിക്കൂള് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ എന്നറിയാം, ഈ ഡാഡിക്കൂള് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ഇറങ്ങിയത്. എന്റെ ഞാൻ 10ല്. അപ്പോ ഈ എന്റെ 11th ലാസ്റ്റ് 12th തുടക്കത്തിലൊക്കെ എനിക്ക് ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ വാപ്പ എനിക്ക് ഓരോ ആൾക്കാർക്ക് എന്താ കാണിക്കണേ, എന്റെ അതായത് ഓരോ ആൾക്കാർ വിളിക്കുമ്പോ ഓരോ റിംഗ് ടോണാ. വാപ്പ വിളിക്കുമ്പോ ഉമ്മ വിളിക്കുമ്പോ ഒക്കെ അങ്ങനെ. വാപ്പ വിളിക്കുമ്പോൾ റിംഗ് ടോൺ ആയിരുന്നു ഡാഡി കൂൾ, ഡാഡി കൂൾ. പക്ഷെ ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാഡി കൂളിന്റെ തുടക്കത്തിന് മുമ്പേ ഒരു ഡിഷ് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട്. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡിഷ് ആയിട്ട് ഒരു ദിവസം നമ്മൾ ക്ലാസ് ഇരിക്കുക കേട്ടോ, ഏത് ട്യൂഷൻ ക്ലാസ് ഇരിക്കുക. വാപ്പ വിളിച്ചു, ക്ലാസ് മൊത്തം ഞെട്ടി. എന്താ സോറി എന്റെ വാപ്പ വിളിച്ചാണ്. അതെന്നെ ഡാഡി കൂൾ അതല്ലോ. ഈ ചെറിയ ഫോണാ. ഈ ട്യൂഷൻ സ്കൂളിലല്ല ട്യൂഷൻ ക്ലാസ്സില് 12th. അതൊക്കെ ഉണ്ട് എന്റെ പിന്നെ. സ്കൂളില് വെറുതെ പോയാലും ചെക്കിക്കോ. കോളേജിലൊക്കെ ഞാനൊക്കെ മറന്നു. ഞാനും അജു എല്ലാ ദിവസവും പുലർച്ചെ എന്തിനാണ് പുലർച്ചെ പോണത്? ഓ ഇവര് ഇവിടുന്ന് തൃശ്ശൂരിന്ന് കോയമ്പത്തൂര് ഞങ്ങൾ 3 കോളേജിലായിരുന്നു. അജു ഞാനും ഇവരെ മാത്രം
തൃശ്ശൂരായി കഴിഞ്ഞപ്പോ എന്താക്കി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പടം മറ്റേ സിനിമ കണ്ടിട്ടായിരുന്നു. പറ്റുന്നത് എനിക്ക് മനസ്സിലായി. ഹാപ്പി ഡേയ്സ്. ഹാപ്പി ഡേയ്സിന്റെ മുന്നോട്ടാണ് ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് പടം ഒരുമിച്ച് പഠിക്കണം. എഞ്ചിനീയറിംഗ് ഒക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ്. എഞ്ചിനീയറിംഗിന്റെ പാഷനേറ്റ് എടുത്തതാണ്. അന്ന് ഞാനും ഇവനും എല്ലാരും കൂടെ ഒരു തൃശ്ശൂരിലുള്ള കൺസൾട്ടൻസിക്ക് പോയി. എന്തിനാണ് അതിന് മുന്നേ നമുക്ക് എഞ്ചിനീയറിംഗിനോട് താല്പര്യം ഒന്നും ഉണ്ടാകുന്നില്ല. ഇവരുണ്ടായിരുന്നത് കുറച്ചും കൂടെ ഈ മറൈൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മള് ജോയിന്റ് എൻട്രൻസ് എക്സാം ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. നമ്മള് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ പോയി. എൻട്രൻസ് നമ്മള് പ്രിപ്പയർ ചെയ്യാൻ പോയി. ഓൾറെഡി ഇവര് പ്രിപ്പയറിംഗ് ഉണ്ട്. ഇവരും ജർമ്മനി ഓൾറെഡി ഉണ്ട്. അന്ന് മറ്റേ സാധനം IIT ബാച്ചുകളാണ്. ഞാൻ IIT അല്ലെങ്കിലും ഞാൻ തന്നെ പഠിച്ച ഇവന്റെ ട്യൂഷൻ സെന്ററും അവിടുത്തെ ഒരു നമ്പർ 2 ആണ് അജിത് രാജാണ്. ഞങ്ങൾക്ക് പിന്നെ ആർക്കും വേണ്ടാത്ത ട്യൂഷൻ സെന്റർ. അല്ല ഹുസൈൻ മാത്രമാണ് വേറെ ട്യൂഷൻ സെന്റർ. ഞാൻ മാത്രം റിച്ച്. ഞാൻ വേറെ ഞങ്ങൾക്ക് അന്ന് ഫോണില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പൊ അവിടേക്ക് വരും നേരം. ഇവനും ജെറിനും അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടെ വരും. ഹുസൈനും ജെറിനും അങ്ങോട്ട് വരും. അല്ല അജും കൂടിയിട്ട് ഞാൻ പിന്നെ വേറെ ഒറ്റയ്ക്ക് വരും. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഈ എൻട്രൻസ് എക്സാം എഴുതാന്ന് പറഞ്ഞ് ജോയിൻ എൻട്രൻസ് എക്സാമിനെ നമ്മൾ എൻട്രി ചെയ്ത് പിന്നെ എറണാകുളത്ത് നമ്മൾ എക്സാം എഴുതാൻ പോകും. എറണാകുളത്താണ് നിങ്ങൾ എൻട്രൻസ് എക്സാം? സെന്റർ ഇല്ല. IIT കേരള എൻട്രൻസാ? അല്ലല്ല, ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ എൻട്രൻസിന് തൃശ്ശൂർ സെന്റർ ഉണ്ടാകുന്നില്ല, എറണാകുളത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ തലേ ദിവസം ഒരു ട്രിപ്പ് പോണ പോലെ പോണം. വീട്ടിലേക്ക് പറഞ്ഞിട്ട് അപ്പൊ പോയിട്ട് റൂമൊക്കെ എടുത്ത് വന്ന ദിവസം തന്നെ നമുക്ക് ഓരോരുത്തർ സെന്ററിൽ കാണാൻ വേണ്ടിട്ട് ഓരോരുത്തർ പുസ്തകം എടുത്ത്. എനിക്ക് കാക്കനാടായിരുന്നു. നിനക്ക് മറ്റേ അജൂര് വേറെ എവിടെ കാട്ടിൽ അതിന് കിട്ടിയത് അവന് മാത്രമേ. അജൂര് അതുണ്ട് ഈ കറക്കി അവര് എന്തരത്തില് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടി. 35,000 കയറുന്നല്ലേ? എനിക്കത് 38 39 അജുവിന് മാത്രം 8,000. ഓൾ ഇന്ത്യ. മൈ ഗോഡ്, നിങ്ങളൊക്കെ ബുദ്ധികളാ. എനിക്ക് ലക്ഷത്തിലായിരുന്നു തോന്നുന്നു. അല്ല, എനിക്ക് ഓൾ ഇന്ത്യ എഴുതാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം, മനസ്സിലായി. ആ സമയത്ത് ഒരു ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അതായത് ആദ്യത്തെ അതിങ്ങനെ കറക്റ്റ് അങ്ങനെ എഴുതി പോവാ. അതിന്റെ അകത്ത് അതായത് A അടുത്ത B C അങ്ങനെ ഇട്ട് പോകുമ്പോ എങ്ങനെ നോക്കിയാൽ ഒരു 20-30 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കിട്ടും. കിട്ടിയ സമയം കൊണ്ട് എന്തൊക്കെയോ നോട്ട് ചെയ്തിരുന്നു. ആദ്യം കൂട്ടി ഏതൊക്കെയോ മറ്റേ കറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നോക്കിയിരുന്നു. അന്ന് ഞാനിത് വേണ്ടി ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തല്ലോ. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസിനാ പോയത്. അറ്റ് സെയിം ടൈം നമുക്ക് കേരള എൻട്രൻസ് നമ്മള് അലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെഡിക്കലും കൂടെ കിട്ടും. അപ്പൊ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോയി. അപ്പൊ ഞാൻ ബയോളജി മെഡിക്കൽ എൻട്രൻസ് ചെയ്താൽ കെമിസ്ട്രി ബയോളജി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് കയറി ഞാൻ ഭയങ്കര ബുജ്ജി പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ അപ്പൊ എന്റെ അപ്പത്തിനോട് ചേട്ടൻ ചോദിച്ചു, ബ്രോ നിങ്ങൾ എവിടുന്ന? തൃശ്ശൂരിന്നാണ്. നിങ്ങൾ പഠിച്ചേ? ഞാൻ പറഞ്ഞു ഞാൻ മോഡൽ കോഴ്സിലെ പഠിച്ചേ. ഞാൻ റിപ്പീറ്റ് ആണ്. റിപ്പീറ്റ് ആണോ? ഞാൻ ഫസ്റ്റ് ടൈം ബ്രോ. അപ്പൊ പറഞ്ഞു റിപ്പീറ്റ് എവിടെ? ഞാൻ പറഞ്ഞു PC തോമസ്. ബ്രോ നിങ്ങൾ വലിയ ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഏതാ റിപ്പീറ്റ്? ഞാൻ പറഞ്ഞു മെഡിസിനെ ഞാൻ നോക്കണം. ഞാൻ തള്ളത് മെഡിസിനെ നോക്കണം. ബ്രോ മെഡിസിൻ ആണോ? എനിക്ക് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കാണിച്ചില്ല. ബ്രോ എല്ലാം അറിയോ? ഞാൻ പറഞ്ഞു ബ്രോ എങ്ങനെയാ എയിം ചെയ്തത്? ഞാൻ പറഞ്ഞു 120 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറഞ്ഞു 100 ഞാൻ ശരിയാക്കും. പോയി. അപ്പൊ ബ്രോ എനിക്ക് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു എല്ലാം നിനക്ക് കാണിച്ചു തരും. അങ്ങനെ എല്ലാം ഞാൻ ഒരു കാണിച്ചെടുത്തു. ആ പോട്ടെ അതൊക്കെ നോക്കിയത് ഞാൻ വെറുതെ കറപ്പിച്ചതാ. പാവുണ്ട്. നമ്മളെല്ലാം കാണിച്ചാലും ലാസ്റ്റ് ഞാൻ ചേർന്ന് നല്ല മാർക്കിൽ പാസ് പറയാൻ വരികയായിരുന്നു. നിങ്ങൾ ഇത്രയും ക്ലാസ്സും കട്ട് ചെയ്തെല്ലാം ചെയ്തിട്ട് മാർക്ക് വരുമ്പോ ബേബോന് മാർക്ക് നിങ്ങളെ ഞാൻ തേച്ചല്ലേ? ഞാനും അജൂര് പിന്നെ വെള്ളാറുണ്ട് സുഖാനും തൊട്ടപ്പുറത്ത് 2 പേര്. മറ്റേ ഞാനും ഹുസൈനൊക്കെ വേറെ 2ാമത്തെ ബാച്ചിലേക്ക് വരാം. ഞാനും അവനൊക്കെ മറ്റേ സിനിമ പോലെ അജുലേ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അത് 10 ക്വസ്റ്റ്യനിൽ 9 ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുത്ത് ഈ എക്സാം ഞാൻ ഇത് പെണു സത്യം. അതിന് പാസ്സാണല്ലോ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചതില്ലെന്ന് ഞാൻ പിണങ്ങും. കഥ കേൾക്കും ഞങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ. കാണിച്ചു കൊടുക്കട്ടോ. അല്ല, എന്താ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചത്? 9 കാണിച്ചതില്ല. എന്താ പിന്നെ അതും കൂടെ കാണിക്കാത്ത നേരത്ത്? നമ്മുടെ ക്ലാസ്സില് ഒരു
മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ മിക്ക പിള്ളേർക്കും അത് എഴുതാൻ സമയം കിട്ടണില്ല എന്നുള്ളൊരു ടെൻഷൻ. എനിക്ക് അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കത് എഴുതാനുള്ള സമയമില്ല. 3 മണിക്കൂർ തികയില്ല നമുക്കൊരു പരീക്ഷ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ പബ്ലിക്കേറ്റ് പോകണം. ടെൻഷൻ അടിക്കാൻ വയ്യ. വെറുതെ എന്നാലും പബ്ലിക്കേറ്റ് ഹാഫ് ടാങ്ക് പെട്രോൾ ഉണ്ട് എന്നിട്ടാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകും. ഹെഡ്ലൈറ്റ് പോലും പിടിക്കാൻ പറ്റില്ല. എന്ത് ഡേഞ്ചർ? നമ്മൾ അന്ന് മറ്റേ അലൈനിൽ പോയതുപോലെ അതിന്ന് കൂടുതലാ? ചെവി കറയുന്നുണ്ടോ? പക്ഷെ ഈ സൈഡിലൊക്കെ നോക്ക്, കാലൊക്കെ സംഭവം കേട്ടാ. കോട കയറിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കോടയായിരിക്കൂലേ ഇത്? ചൂടില്ലേ? ചൂടിന്റെ ഒരു പുക വന്ന് ഹ്യൂമിഡിറ്റി അടിഞ്ഞ് നടക്കണമായിരിക്കും. അതെ ഞാൻ പറഞ്ഞു, നിങ്ങക്ക് തോന്നണമായിരിക്കാം, ഇത് ഹ്യൂമിഡിറ്റി ആവാനുള്ള സാധ്യത കൂടുതലാ. വെൽക്കം ടു റെസ്റ്റ് ഏരിയ 5. ഈ ചൂട് കാറ്റാ വരുന്നത് കേട്ടാ. ഹ്യൂമിഡിറ്റി തന്നെ ഇത്. കോടാന്നല്ല, ഇത് ഹ്യൂമിഡിറ്റി. റോഡിന്റെ ഫ്രണ്ടിൽ എവിടെ കയറി പോവാൻ? എനിക്ക് ഫുള്ള് ലൈറ്റാ കാണുന്നേ. നേരത്തെ കോട കയറി പോയി. സീരിയസ്ലി നേരത്തെ ഉണ്ടായിരുന്നു കോട. ഞാൻ കണ്ടു. നമ്മൾ വിചാരിച്ച ട്രാഫിക് ഇല്ല. അതെനിക്ക് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്നെങ്കില് 3 മണിക്ക് വന്നു. പിന്നെ 5 മണിക്ക് വന്നിട്ട് കാര്യമില്ല. 5 മണിക്ക് സൂര്യൻ ഉദിക്കും. എന്താണ് ആ ലൈറ്റ്? ഇതാണ് കോട. ഇതെന്താ ഈ ലൈറ്റ് ഒക്കെ? റെസ്റ്റോറന്റ്, റെസ്റ്റ് ഏരിയ അല്ലേ? ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് കലക്ക സാധനം എന്ന് പറഞ്ഞിട്ട് ഈ റെസ്റ്റോറന്റിലാ ഞാൻ പറഞ്ഞു. ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിക്കുമ്പോ കംപ്ലീറ്റ് കാണാൻ പറ്റും കലക്ക സാധനം. ഇത് ഇവിടെ കഴിക്കാൻ പറഞ്ഞത് ഡാനോ. എന്റെ അമ്മേ, ഇതെന്തത്? സമാധാനപ്പെടാനല്ല, നിങ്ങൾ വളയ്ക്കുമ്പോഴേ ബാക്കിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടെന്ന് ആലോചിക്കണം. സീരിയസ്ലി തണുപ്പാ വരുന്ന സാധനത്തിന് ചെറിയ തണുപ്പുണ്ട്. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ട് പറയാന്നാണ് പറഞ്ഞത് നമ്മൾ അവിടെ പോകുന്നുള്ളത്. സോ വി ആർ അറ്റ്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. അങ്ങോട്ട് വാ. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. ആക്ച്വലി കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പിന്നെ ഞാൻ ഒരു കാര്യം പറ്റും. പിന്നെ നമ്മുടെ മലയുടെ മുകളിൽ വന്നിട്ട് കാറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആ കാറ്റുണ്ടാവൂലേ? അതായത് നമ്മളൊരു 40-45
50 ഡിഗ്രി. എടാ ഞാൻ എന്റെ വ്ളോഗിലൊന്ന് സംസാരിക്കട്ടോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലേ. ഇതൊക്കെ കാണാതെ നമ്മൾ പോകുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ? This is heaven. ദുബായിൽ താഴെ നോക്കി നീ, ഒരു വെള്ളപ്പുക മാത്രം കാണുന്നു. തണുപ്പുണ്ട്. Guys, so today is August 2nd and 45-50 ഡിഗ്രി ഹീറ്റിൽ നിന്നും ടു ബി ഓണസ്റ്റ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം നല്ലൊരു തണുത്ത ഒരു നല്ല കാറ്റും ആൻഡ് ഫോഗ്. അതായത് UAE-ലാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണുന്ന മൊത്തം പുകയില്ലേ, അതായത് ഒരു വൈറ്റ് സ്ക്രീൻ അത് തന്നെയാണ്. അതായത് നമുക്കും കാണുന്നത് അത് തന്നെയാ, ഫുൾ കോടയോടെ കോട. പക്ഷെ കൊള്ളാം കേട്ടോ, അതായത് ഒരു 40 ഡിഗ്രി 50 ഡിഗ്രി. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളൊന്ന് പുറത്തിറങ്ങി 2 മിനിറ്റിൽ ജീവിതം പുറത്ത ആൾക്കാരാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ദിസ് ഇസ് അടിപൊളി. കോട മാത്രമല്ല, ഇവിടെ നല്ല പൂക്കളുണ്ട് ഗൈസ്. നമ്മളെവിടെയാ വന്നതെന്നും എന്താ സംഭവം എന്ന് പറയും. എവിടെയാ വന്നോ? അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഇങ്ങോട്ട് നോക്ക്. ഇതിലങ്ങ് മുഴുകി നിക്കാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കാണും എന്താണ് കോട. അയ്യോ, യു ആർ സോ ഫണ്ണി. ഇതാണ് ഗാന്ധിജി കണ്ട ദുബായ്. അതെ, ഈ തൂങ്ങി കിടക്കണൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു കേട്ടാ, പോരുത് പ്ലീസ്. നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് വരണോണ്ട് തന്നെ അത് ആദ്യമായിട്ടാണ് വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. മസ്റ്റ് ട്രൈ എന്നും പറഞ്ഞ് അവര് വരുമ്പോഴത്തേക്ക് ഒടുക്കത്തെ ചൂടായോണ്ടല്ലോ വൻ കോമഡി. വെദർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ. സോ ദിസ് ഈസ് ഇൻ കോർഫക്കാൻ ആൻഡ് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സ്പേസാണ്. ടുഡേ ഈസ് August 3rd ആൻഡ് നിങ്ങൾ കാണുന്നില്ലേ എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആഷിഖിനാണ്. കൊച്ചു Why is your face like this? പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള നല്ല ഫ്രെയിം. അതായത്
ഐ ഡോണ്ട് ലൈക്ക് ഈ ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വരുന്നോണ്ട് തന്നെ നിങ്ങളുടെ ഫ്രെയിം നല്ല രസം കാണാൻ. ആശിക്കാണ് വൻ കോമഡി, വായം തുറന്ന് നിൽക്കുക. ടു മച്ച് ടെമ്പറേച്ചറും നല്ല ടെമ്പറേച്ചർ, ഗുഡ് ടെമ്പറേച്ചർ ആൻഡ് 40 ഡിഗ്രി എന്ന് വരുന്ന നമുക്ക് ഇത് വളരെ വളരെ ആശ്വാസകരമായ ഒരു ടെമ്പറേച്ചർ. എന്താണ് നല്ല സുഖമുണ്ട്. സുഖം കൂടിപ്പോയാ? ഈ 3 മണിക്ക് വരണം. 3 മണിക്കൊക്കെ നമ്മളിതാ 3:10 ഇത് കാണാൻ തന്നെയാണ് നിങ്ങൾ വന്നത്. ഇതിനുള്ള ഞാൻ വന്നത് കുറെ നാളെ ഞാൻ മനസ്സിലിട്ട് നടക്കുന്ന സാധനം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആലയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു മഴ കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ തകരും. നമ്മള് സുഹൂബ് റെസ്റ്റ് ഏരിയയിൽ നിന്ന് ഇറങ്ങി. നൗ വി ആർ ഗോയിങ് ടു എവിടെ? മദ ഒമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി, നമ്മൾ അറിഞ്ഞില്ല. നമ്മള് എന്താണ് സാധനത്തിന്റെ പേര്, സൺറൈസ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങാന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? പാർക്കിംഗ് ഫീസ്. നമ്മൾ പാർക്കിംഗ് ഫീസ് ഉണ്ട് എന്ന് അറിഞ്ഞത് പോലും ഇല്ല. പറ്റിച്ചു കേസ്. നമ്മള് മറ്റേ വലിയ കാര്യത്തിൽ അവിടെ കയറി 2 മണിക്കൂറോളം നിൽക്കാറായി. അതൊക്കെ ഇനി കാലം എനിക്ക് നമുക്കൊരു 5 മിനിറ്റ് വണ്ടി ഇരിക്കാന്നും പറഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. പാർക്കിംഗ് ഫീസ് ഉണ്ട്. അത് ചെറിയ പാർക്കിംഗ് ഫീസ് ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല. ആദ്യത്തെ മണിക്കൂർ വരെ നമുക്കൊരു സമാധാനം 20 ദിർഹംസ് ഒതുക്കി. 2ാമത്തെ മണിക്കൂറിലേക്ക് കടന്നാൽ 60, 3ാമത്തെ മണിക്കൂറിലേക്ക് കടന്നാൽ 120. ഇങ്ങനത്തെ ചെറിയൊരു റേറ്റ് ഇവര് വെച്ചുള്ളൂ. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൺറൈസിന് നിന്നില്ല. വി ആർ ഗോയിങ് ടു മദ ഒമാൻ. അവിടെ എന്താണെന്നുള്ള സുർബായിന് മാത്രമേ അറിയുള്ളൂ. ജസ്റ്റ് വാദി ഉണ്ടെന്നാണ് തോന്നുന്നത്. സമ്മറിൽ വാദി എന്തായാലും കാണൂല. എവിടെ നിന്ന് വാദി വരാൻ? പിന്നെ മറ്റേ വാദിയൊക്കെ വറ്റി വരണ്ട് ഒടുക്കത്തെ ചൂട്. 10 മിനിറ്റിലെത്തും. ഗൈസ്, നമ്മുടെ വാദി അടച്ചു പോയിരിക്കുകയാണ്. അടച്ചല്ലേ, ഇവിടെ പണി നടക്കുക. ലൈക്ക് കണ്ടോ? അതുകൊണ്ട് ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഗോ ബാക്ക്. വെറുതെ ഇവിടെ വന്ന് ഒരു രസം ഒമാൻ വരെ കണ്ടിട്ട് വരാമെന്നുള്ളൊരു പ്ലാനുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇവിടെ നിന്നല്ല ഇറ്റടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിക്കുകയാണ്. ദോ ദിസ് വാസ് എ വെരി സഡൻ പ്ലാൻ, ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ദാറ്റ് യു നോ ഇൻ ഓഗസ്റ്റ് ഇൻ UAE ഒരു 45-50 ഡിഗ്രീസ് ഉള്ള ഒരു രാജ്യത്ത് വി എക്സ്പീരിയൻസ്ഡ് ഫോഗ്, വി എക്സ്പീരിയൻസ്ഡ് 20-25 ഡിഗ്രി temperature, കാറ്റ്. It was so beautiful. And right now we are in Madha, which is in Oman, but this is actually ഒമാനിലെ UAE എന്നൊരു സംഭവത്തിലുള്ളൊരു പ്ലേസാണ്. അത് പറഞ്ഞുകൊണ്ട് I will see you in the next vlog. Until then, bye.